السلام عليكم بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ദാഫിയുടെ വർണ്ണാഭമായ വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം പരിസ്ഥിതിയുടെ ഇസ്ലാമിക വായനകൾ എന്ന വിഷയമാണ്. ഞാൻ തുടങ്ങുന്നു. ആധുനിക കാലത്തെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിസ്തർക്കമായ കാര്യമാണ്. ആണവായുധം മനുഷ്യകുലത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എത്രയാണോ അതിൽ നിന്നൊട്ടും കുറയുന്നതല്ല പരിസ്ഥിതി ദുരന്തങ്ങൾ മനുഷ്യനേൽപ്പിക്കുന്ന ആഘാതവും. സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണിക് ശക്തിയുടെ പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ധാതുക്കളും രാസവസ്തുക്കളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനന്തരഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യൻ പ്രകൃതി നിയമത്തിൽ കൈകടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാമാണ് പരിസ്ഥിതി സംരക്ഷണം നേരിടുന്ന ഏറ്റവും പുതിയ പ്രതിസന്ധികളും വെല്ലുവിളികളും. തീർച്ചയായും ഇത് ലോകത്തുള്ള വിശ്വാസികളെയും പണ്ഡിതന്മാരെയും അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനുള്ള പരിഹാരത്തിനായി അവർ ഖുർആനിക ആയത്തുകളെയും ഇസ്ലാമിക അധ്യാപനങ്ങളെയും സമീപിക്കുന്നു. പൂവും കായും തളിരും പ്രകൃതിയുടെ വർണ്ണചിത്രങ്ങളാണ്. മഞ്ഞും മഴയും വെയിലും വസന്തവും കവിത പോലെ മനോഹരവും ഹൃദയഹാരികളുമാണ്. മണ്ണിലും മാനത്തും ജലത്തിലും വനത്തിലുമായി എണ്ണിയാലൊതുങ്ങാത്ത വിഭവങ്ങളുടെ വരദാനങ്ങളും പ്രകൃതി ഗർഭം ധരിച്ചിരിക്കുന്നു. സമാനതകളില്ലാത്ത അത്ഭുതകരമായ സൂക്ഷ്മതയോടെ സൃഷ്ടികൾക്കിടയിലെ പരസ്പര പൊരുത്തത്തോടെ ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത് ഓരോ വിശ്വാസി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പരിപൂർണ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് എല്ലാ സൃഷ്ടികൾക്കും പ്രത്യേകതകളും ഗുണങ്ങളും ഘടനയും കൃത്യമായ എണ്ണവും അള്ളാഹു വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇന്ന കുല്ല ശൈഇൻ ഹലകനാഹു ബിഖദരി. തീർച്ചയായും ഏതു വസ്തുവിനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു. മനുഷ്യന്റെ ജീവിത രീതിയും വ്യവഹാരവും ഇസ്ലാം കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. കാരണം മനുഷ്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു. കാരണം മനുഷ്യനെ ഇതര സൃഷ്ടികളെക്കാൾ ഉത്കൃഷ്ടനാക്കുകയും സവിശേഷമായ ആദരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതി മനുഷ്യന്റെ ഉപയോഗത്തിനും ഉപകാരത്തിനുമായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവയുടെ സംരക്ഷണവും മനുഷ്യന്റെ തന്നെ അനിശ്ചിതമായ ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതിയെ സ്നേഹമസ്രാണമായും മാന്യമായും കൈകാര്യം ചെയ്യുക, അവയുടെ ഗുണകരമായ ഉപകാരത്തിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, അവയുടെ ഉത്ഭവം, നിലനിൽപ്പ് എന്നിവയെക്കുറിച്ച് ചിന്താനിമഗ്നമാവുക തുടങ്ങിയവയൊക്കെ പ്രവാചക അധ്യാപനത്തിലെ സുപ്രധാന അധ്യായങ്ങളാണ്. പരിസ്ഥിതിയും അതിൻ്റെ നിർവഹണവും സംരക്ഷണവും കരുതലോടെ വേണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താൻ അവസരമൊരുക്കുന്നതോടൊപ്പം പരിസ്ഥിതിക്ക് മേലുള്ള ചൂഷണാത്മകമായി സമീപിക്കുന്നതും ഇസ്ലാം ശക്തമായ ഭാഷയിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പരിസ്ഥിതിയും മനുഷ്യനും അല്ലാഹുവിൻ്റെ രണ്ട് സൃഷ്ടികളാണെന്നും രണ്ടിനും സ്വന്തമായ അസ്തിത്വവും അവകാശവും ഉണ്ടെന്ന് ഇസ്ലാം ഒരു തുല്യാവകാശമായി പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം മനുഷ്യൻ്റെ കണ്ണു തുറപ്പിക്കുന്നതും പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് സഹായകമായതിനാൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു നാളെ സ്വപ്നം കാണാനാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.